എഴുതിച്ചോ റേഷൻ കാർഡിന്? എത്ര ആളായി? ഇപ്പൊ നാളെന്ന് പറഞ്ഞ ഇപ്പൊ 1 വർഷം ആകാറായി. ഇത് ഉച്ചക്ക് വെച്ച കഞ്ഞിയാണോ? ഇല്ല, ഇന്നലെ വെച്ചത്. ഇന്ന് ഉച്ചക്കൊന്നും വെച്ചില്ലയോ? വെച്ചില്ല. ഉച്ചക്ക് എന്തോ കഴിച്ചു? ഉച്ചക്ക് ഒന്നും കഴിച്ചില്ല. അത് വെച്ച് ബാക്കി വന്നതിനെ ഞാൻ പൊത്തി വെച്ച് പിന്നെ രാവിലെ എടുത്ത് പട്ടികൾക്കൊക്കെ ഞാൻ കൊടുത്ത്. ഞാനൊന്നും കഴിച്ചില്ല. പക്ഷെ അന്ന് പൈസ വേണ്ടേ? നിൽക്കാനും നടക്കാനും വയ്യ, പൈസ ഇല്ല. പെൻഷൻ കിട്ടി അതെങ്കിലും ഉപയോഗിക്കായിരുന്നു. അപ്പൊ റേഷൻ അരി കിട്ടാനും ഉള്ള ചാൻസ് ഇല്ല. ഒന്നുമില്ല. അത് കറങ്ങിയിരിക്കുക. അപ്പൊ ഈ വോട്ട് ചോദിക്കാൻ കൃത്യമായിട്ട് ആൾക്കാർ വരുന്നുണ്ട്. വോട്ടിടാൻ പോവോ? വോട്ടിടാൻ പോകും. അവര് കൊണ്ടുപോകും അല്ലേ? വോട്ടിന് വേണ്ടി വന്ന് കൊണ്ടുപോകും. അപ്പൊ നമ്മുടെ ബാക്കിൽ ആതിരില്ലല്ലേ? ഇല്ല. ഈ രാത്രിയിൽ ഇങ്ങനെ എങ്ങനെ കിടക്കും? കുറുക്കനും പുലിയും ഒക്കെ വരുന്ന സ്ഥലത്ത് എങ്ങനെ രാത്രി കിടക്കും? രാത്രി കിടക്കുന്ന പറഞ്ഞ ജീവൻ കളഞ്ഞ കിടക്കുന്നത്. പിന്നെ ഈ ആന വരാതെയാണ് കൊപ്പം കോരിയത് ആൾക്കാർ. അത് ആന വീടിനകത്ത് കയറുന്ന ചെറിയ മറ്റുള്ള ജീവികളൊക്കെ കയറത്തില്ലേ? ആന കയറുന്നത് തടസ്സകൂടെ വരും. ഈ 2 മുട്ടും എനിക്ക് ഒട്ടും വയ്യ. നേരെ ഇന്ന് ഏതാണ്ട് പെട്ടെന്ന് നോക്കൂല്ല. നമസ്കാരം, സുരേഷ് ക്ഷേത്രമാണ്. വീണ്ടും നമ്മളൊരു അന്വേഷണ പരമ്പരയിലേക്കാണ്. അതിദരിദ്രർ ഇല്ലാത്ത സംസ്ഥാനത്തിലെ അതിദരിദ്രരെ കണ്ടുപിടിക്കാൻ ഒരുപാടൊന്നും യാത്ര ചെയ്യേണ്ട. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പെരിങ്ങമല പഞ്ചായത്തിലെ പോട്ടമാവ് കാണി കോളനിയിലാണ്. എൻ്റെ അടുത്തിരിക്കുന്നത് രാമേന്ദ്രൻ കാണി ചേട്ടനാണ്. 85 വയസ്സുണ്ട്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. റേഷൻ കാർഡില്ല, പെൻഷനില്ല, ട്രൈബൽ പെൻഷനില്ല, ക്ഷേമ പെൻഷനില്ല. അതിദരിദ്രരായി ഇല്ലാത്ത ആൾക്കാരുള്ള സംസ്ഥാനമായി പ്രഖ്യാപിച്ച സംസ്ഥാന സർക്കാർ കണ്ണു തുറന്നൊന്ന് കാണണം. ഇത് ദൂരെ എങ്ങുമല്ല, നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭരണ സ്ഥിരാകേന്ദ്രത്തിൽ തന്നെയുള്ള പെരിങ്ങമല പഞ്ചായത്തിലാണ് ഇങ്ങനെയുള്ള അവസ്ഥ. ഈ വീടിന്റെ ഒരു അവസ്ഥ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഒറ്റയ്ക്ക് താമസിക്കുന്ന ചേട്ടൻ, 85 വയസ്സുണ്ട്. പെൻഷൻ ഇല്ലാത്ത 85 വയസ്സുള്ള ആളെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ നടക്കുന്നത് എന്താണ്, ഭരണകൂടം എന്താണ് നടത്തുന്നത്. മാറി മാറി വന്ന സർക്കാരുകൾ, അതുപോലെ തിരഞ്ഞെടുത്ത പഞ്ചായത്ത് മെമ്പർമാർ, ഇതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. തലയായിക്കാൻ ഒരിടം മാത്രം പോരല്ലോ, ജീവിക്കാനുള്ള, ആഹാരം കഴിക്കാനുള്ള എല്ലാം വേണം. ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കും? ഏറ്റവും വലിയ ഉദാഹരണമാണ് രാമചന്ദ്രൻ കാണിച്ചേട്ടൻ. ഈ ദുരവസ്ഥ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അതിദരിദ്രർ ഇല്ലാത്ത സംസ്ഥാനമെന്ന് ഇനിയും കൊട്ടിഘോഷിക്കുമ്പോൾ ഇങ്ങനെയുള്ള സാധാരണക്കാരെ കാണാൻ മറക്കരുത്. അപ്പോൾ അദ്ദേഹത്തിന്റെ വിഷമങ്ങൾ നമ്മളോട് പറയുന്നു, പ്രേക്ഷകരിലേക്ക് എത്തിക്കും. നിങ്ങൾക്കും അഭിപ്രായം പറയാം. രാമചന്ദ്രൻ ചേട്ടാ, അപ്പൊ നമ്മളെ ഈ വേങ്കല്ല വാർഡ് മടത്തറ പോട്ടമാവ് കോളനിയുടെ താമസക്കാരനാ. എത്ര വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നുണ്ട്? വർഷം എന്ന് പറയുമ്പോ നമ്മുടെ ഉള്ള കാലം വരെയുള്ള താമസം തന്നെ. ചേട്ടൻ ഇവിടെ എത്ര വർഷമായി? നീ എത്ര വർഷമായി? 85 വയസ്സുണ്ടോ? എനിക്ക് 85 വയസ്സ് കറക്റ്റ്. എനിക്കും പാട്ടുകാരൻ യേശുദാസിനും 8 വയസ്സാണ്. വീട്ടിലെ നമുക്കിപ്പോ ഈ താമസിക്കാനായിട്ട് നമുക്ക് ഈ വീടിനകത്ത് അടച്ചുറപ്പില്ല, ഒന്നുമില്ല. ട്രൈബലിന്റെ ഏതായിട്ട് വീടല്ലേ? ട്രൈബൽ. എത്ര വർഷമായി? ഇപ്പൊ 10 ആയി. ഇത്രയും വർഷമായിട്ടും ഈ 85 വയസ്സായിട്ടും പെൻഷൻ ഒന്നുമില്ലേ? ഇല്ല, പെൻഷൻ ഒന്നുമില്ല. അത് പെൻഷൻ എഴുതി കൊടുത്തില്ലേ? എഴുതി കൊടുക്കാൻ ഇതാര് കൊണ്ടുപോകും, പറയും. ഇവിടെ വാർഡ് മെമ്പർമാരൊന്നും ഇല്ലയോ? അവന് എന്തിനു കൊള്ളാം വാർഡ് മെമ്പർ? ഒരുപാട് പേര് ഭരിച്ച് മാറി വന്നപ്പോ 5 വർഷം ഒരു മെമ്പർ ഇരുന്നിട്ടും പെൻഷൻ ഒന്നും എഴുതി കൊടുത്തില്ല. ഇല്ല. ചേട്ടനേക്കാളും പ്രായം കുറഞ്ഞവർക്ക് പെൻഷൻ ഉണ്ടോ? എന്നെക്കാളും പ്രായം അവരുടെ അമ്മയെ കെട്ടിച്ചു കൊടുത്ത് കൊച്ചുങ്ങളുണ്ടായി പ്രസവിച്ച് അവർക്ക് ഉണ്ട് പെൻഷൻ. എനിക്കില്ല. 30 വയസ്സ് ഞാനാണ് ഇവിടത്തേക്ക് പോട്ടമാവ്. ചേട്ടനാണ് ഏറ്റവും പ്രായം കൂടിയാണ്. ഞാനാണ്. നമ്മുടെ ഈ വീടെന്താ ഇങ്ങനെ കിടക്കുന്നത്? ഇങ്ങനെ ഈ വീട് ഇങ്ങനെ തരണ്ടേ? എന്താ പൈസ തരാത്ത? എന്ത് അവര് പൈസയും തരൂല്ല, ഒന്നും തരൂല്ല. വീട് ഇങ്ങനെ രാത്രിയിലൊക്കെ നമുക്കൊന്ന് കിടക്കാനോ സൗകര്യം, വാതിലൊക്കെ ദ്രവിച്ചു പോയി. ബാക്കി വാതിലില്ല. അപ്പൊ വന്യമൃഗങ്ങളുള്ള സ്ഥലമല്ലേ? ആനയും കാട്ടുപോത്തും പലതും ഉണ്ട്. പുലിയുണ്ട്, കടുവയുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് ഈ വാതിലില്ലാത്ത വീട്ടിൽ എങ്ങനെ കിടക്കും? ഞാൻ പിന്നെ കിടന്നല്ലേ, ഇല്ലാതെ പിന്നെ എന്തൊരു ചെയ്യാൻ പറ്റി. ഒറ്റയ്ക്കാണ് താമസം? ഒറ്റയ്ക്കാണ് താമസം.
ആഹാരം വെപ്പൊക്കെ എങ്ങനാ? കാരണം ഞാൻ തന്നെ വെച്ചില്ല, അത് ഉള്ളത് പാത്രം എടുത്ത് ആ വെച്ചിന് കഞ്ഞി വെച്ചാണ്. ആ ഈ കൂട്ടില് പട്ടികൾ മാത്രമേ ഉള്ളൂ കാവല്? ഓ, പട്ടിയും പൂച്ചയും ആ അത് മാത്രമുണ്ട്. വേറെ ആരുമില്ല. പിന്നെ ദൈവം പിന്നെ ഒരാൾ മിടിച്ച് മീച്ച് നിൽക്കുകയാണ്. നമ്മുടെ ഫ്രണ്ട് കാവുണ്ടല്ലോ. ആ, എന്തെങ്കിലും രാത്രി സുഖമില്ലാതെ എന്ത് ചെയ്യും? കിടക്കുമില്ല. അത് പിന്നെ ഇപ്പൊ എന്താ ചെയ്യാൻ, മരിച്ചു പോയിരുന്നാലും ആരും അറിയില്ല. 60 വയസ്സാണ് പിന്നസം കിട്ടുന്നത്. ഇപ്പൊ 60 വയസ്സ് കഴിഞ്ഞ് 85 വയസ്സായി. എന്നിട്ട് എനിക്ക് പിന്നസം കിട്ടാന്ന് പറഞ്ഞിരുന്ന എന്താ? ചേട്ടൻ വോട്ട് കൊടുക്കുന്ന മെമ്പർമാരും നേതാക്കന്മാരും ഒന്നും വന്നില്ലയോ? ഒന്നല്ല, 85 വയസ്സായിട്ട് പിന്നസം കിട്ടിയില്ല. എനിക്ക് റേഷൻ കാർഡും ഇല്ല. ഈ രണ്ടും ഒപ്പിച്ച് തരുന്നവർക്ക് എന്റെ മരണാന്ത്യം വരെയുള്ള വോട്ട് ഞാൻ തരും. റേഷൻ കട എന്നുള്ള ഒരു സാധനവും നമുക്ക് കിട്ടുന്നില്ല. ഇല്ല. അതിദരിദ്രർ ഇല്ലാത്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ച സ്ഥലമാണ് കേരളം. അപ്പോ നമ്മൾ ഇത്രയും ശോചനീയാവസ്ഥ കിടക്കുന്ന ആൾക്കാരുണ്ട്. ചേട്ടൻ ഇതൊക്കെ അറിയുന്നുണ്ടോ? പുറലോകമായിട്ട് ബന്ധമുണ്ടോ? ഒരു ബന്ധവുമില്ല. ആവുന്ന കാലത്ത് വനത്തിലൊക്കെ അനുഭവങ്ങളൊക്കെ ശേഖരിച്ച് ജീവിച്ചു. അത് ജീവിച്ച് എല്ലാം അടുത്ത് കൊണ്ടുവന്ന് തന്നെ പൈസ ഉണ്ടാക്കി ജീവിച്ച്. ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പെൻഷനും ഇല്ല, റേഷനും ഇല്ല. അപ്പൊ ചേട്ടന് രാത്രിയിലും പകലും ഒക്കെ ഒരു കൂട്ടില്ല, നായ്ക്കൾ മാത്രമാണ് കൂട്ട്. കഞ്ഞിയൊക്കെ എന്തെങ്കിലും വെച്ച് കുടിക്കും. ആരെങ്കിലും വല്ലതും കൊണ്ടു തരുവോ? ആരും കൊണ്ട് എഴുതിച്ചോ റേഷൻ കാർഡിന്? എത്ര ആളായി? ഇപ്പൊ നാളെന്ന് പറഞ്ഞ ഇപ്പൊ 1 വർഷം ആകാറായി. ഓ, അത് വെച്ച് ബാക്കി വന്നതിനെ ഞാൻ പൊത്തി വെച്ച് പിന്നെ രാവിലെ എടുത്ത് പട്ടികൾക്കൊക്കെ ഞാൻ കൊടുത്ത്. ഞാനൊന്നും കഴിച്ചില്ല. ഇത് ഉച്ചയ്ക്ക് വെച്ച കഞ്ഞിയാണോ? ഇല്ല, ഇന്നലെ വെച്ചത്. ഇന്ന് ഉച്ചയ്ക്കൊന്നും വെച്ചില്ലയോ? വെച്ചില്ല. ഉച്ചയ്ക്ക് എന്തോ കഴിച്ച്? ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചില്ല. അയ്യോ, രാവിലെ മാത്രമേ കഴിച്ചുള്ളോ? രാവിലെ പനിയുണ്ടായിരുന്നു. ഞാൻ ഈ പനി കണ്ട കാരണം പിന്നെ പട്ടികൾക്കെല്ലാം കൊടുത്തു. ഓ ശരി, അവർക്ക് കൊടുക്കണമല്ലോ. എത്ര പട്ടിയുണ്ട്? 4 പേരുണ്ട്. 4 പേരുണ്ടല്ലേ? ഈ 4 പേരാണ് കൂട്ട്. 4 പേരാണ് കൂട്ട്. ഉള്ളൊരവസ്ഥയാണ്. ക്യാമറ കണ്ണുകൾ ഒരിക്കലും കള്ളം പറയില്ല. ഞാനീ കാണിച്ച രാമചന്ദ്രൻ കാണി പെരിങ്ങമല പഞ്ചായത്തിലെ തോട്ടമാവ് കോളനിയിലാണ്. ഞാനിപ്പോൾ അരിപ്പയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് സത്യാവസ്ഥ നേരിട്ട് കാണിക്കാൻ വേണ്ടിയാണ് ഷൂട്ട് ചെയ്ത് എത്തിക്കുന്നത്. അധികാരികൾ കണ്ണു തുറക്കണം. 85 വയസ്സുണ്ട്. ഇതുവരെയും റേഷൻ കാർഡില്ല, ക്ഷേമ പെൻഷനില്ല. അതിദരിദ്രർ ഇല്ലാത്ത സംസ്ഥാനമെന്ന് നമ്മൾ കൊട്ടിഘോഷിച്ച് നടക്കുമ്പോൾ സർക്കാർ ഇതൊന്ന് കണ്ണു തുറന്ന് കാണണം. അതിനു വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അധികാരികൾക്ക് വേണ്ടി എത്തിക്കുന്നത്. രാമചന്ദ്രൻ കാണിയുടെ അവകാശങ്ങൾ പിടിച്ചു വാങ്ങേണ്ടതല്ല, അത് സർക്കാർ നൽകേണ്ടതാണ് എന്ന് അധികാരികൾ ഓർത്തിരിക്കണം. ഇനിയും ഇതുപോലെ അന്വേഷണാത്മകമായ കാഴ്ചകളുമായി ഗ്രീൻ മീഡിയ വിഷൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും.